എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയൂ, എന്തിനു വേറൊരു മധുവസന്തം. ശ്യാമഗോപികേമിഴി പൂക്കളിന്നെന്തേറനായി, താവകാങ്കുലിലാളനങ്ങളിൽ ആർദ്രമായി മാനസം. പൂകൊണ്ടു മൂടുന്നു വൃന്ദാവനം, സിന്ദൂരമണിയുന്നു രാഗാംബരം. പാടൂ സ്വരയമുനേ, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. നിതീഷ്, ലോ പിച്ച് വരുന്ന ലൈൻസിലൊക്കെ നിതീഷിൻ്റെ ശബ്ദത്തിൽ ലോ രജിസ്റ്റർ കുറവാണ്. അതായത് അനുപല്ലവി തുടങ്ങുന്ന ഫസ്റ്റ് വേർഡ് ഒന്ന് പാടുമോ? നിന്റെ 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 ആ നോട്ട് കറക്റ്റായിട്ട് വരണം. നിന്റെ നൂപുരമർമരം, ഇതുമാതിരി ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ പാടിയ ശ്യാമ 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 ആ നോട്ടിൽ വരുന്നില്ല. അതായത് ഇങ്ങനെ വന്ന് അത് ഏതാണ്ട് അത് തൊട്ട് അങ്ങ് പോവാണ്. അത് ഓവറോൾ നിതീഷിൻ്റെ പാട്ടിൽ ലോ പിച്ച് എവിടെയൊക്കെ വരുന്നു, ലോ ലൈൻ അവിടെയൊക്കെ ഈ ഒരു രജിസ്റ്റർ ഇല്ലായ്മയുണ്ട്. ലോ പാടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ ലൈൻ തന്നെ നമ്മുടെ കൺട്രോളിൽ ഇരിക്കണം. പിന്നെ ആ സംഗതികളൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ചും കൂടെയും ഭാവം വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പെർഫെക്ഷൻ കുറച്ച് കുറവായിരുന്നു ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെയും ശ്രദ്ധിക്കണം. നിതീഷ് പാടുമ്പോൾ വിബ്രേറ്റോസ് ആവശ്യമില്ലാണ്ട് കൊടുക്കുന്നത് അതൊരു ഫീൽ ചെയ്തു. കൺട്രോൾ ഇല്ലാണ്ട് വരണം. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ സൂര്യോ എന്തിനു വേറൊരു സൂര്യോ ഒന്ന് പാടാവോ? എന്തിനു വേറൊരു സൂര്യോദയം. സൂര്യോ കണ്ടോ അവിടെ എന്നൊരു ഫീൽ വരുന്നുണ്ട്. അത്രയും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പ്ലെയിൻ ആവാം. സൂര്യോദയം നിർത്തുന്ന പോർഷനിലും ഇങ്ങനൊരു ഫീൽ വരുന്നുണ്ട്. ഒരു കൺട്രോൾ ഇല്ലാത്ത മാതിരി കഴിഞ്ഞ പ്രാവശ്യം
വേറൊരു പാർട്ടിസിപ്പൻറ്റ് പാടുന്ന സമയത്ത്, ഐ തിങ്ക് ജയചന്ദ്രൻ ആയിരുന്നു എന്ന് തോന്നുന്നു, പാടുന്ന സമയത്ത് ഈ വിബ്രാറ്റോ നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു പാട്ടിന് വിബ്രാറ്റോ വന്നാൽ ആ പാട്ടിന് ലൈഫും വരാം, നല്ലൊരു പാട്ടിന് വേണ്ടാത്ത വിബ്രാറ്റോ വന്നാൽ അത് മതി ആ പാട്ടിനെ കൊല്ലാൻ. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ഈവൻ വിബ്രാറ്റോൻ്റെ സ്പീഡ് അത് കറക്റ്റ് സ്പീഡിലായിരിക്കണം ആ വിബ്രാറ്റോ വരേണ്ടത്. കുറച്ച് സ്പീഡായി പോയാൽ വിറവലാവും, വളരെ സ്ലോ ആയി പോയാൽ ഒരു ഹാപ്പി സോങ് സ്ലോ സോങ്, ഐ മീൻ സാഡ് സോങ് ആവും. അപ്പോൾ അത് വളരെയധികം കൺട്രോൾ വേണ്ടുന്നൊരു കാര്യമാണ്. പിന്നെ 2-3 സ്ഥലത്ത് താളം കുറച്ചൊന്ന് മാറിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. ബാക്കി പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ഒന്ന് ഞങ്ങൾ ഓരോ ആഴ്ച പോകുന്നതും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം സാർ, ഇൻസ്പെക്ടർ സാർ എന്ന് പറയുന്നു. നിതീഷ്, ഐ തിങ്ക് ഈസ് ഗോട്ട് എ വെരി ഗുഡ് വോയിസ്. Yeah. പിന്നെ ചൂസ് ചെയ്ത സോങ് കുറച്ച് ടഫാണെന്നാണ് എനിക്ക് തോന്നിയത്, ഒരു ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ ഇതിന് മുമ്പേ ഞാൻ നിതീഷ് പാടുന്ന കേട്ടിട്ടുമില്ല. അപ്പോൾ ഐ ബിലീവ് ഹി സിങ്സ് ബെറ്റർ ദൻ ദിസ് അല്ലേ. എനിവേ, കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ ഐ തിങ്ക് യു ഓക്കെ, ബിക്കോസ് ആദ്യം വന്നപ്പോൾ തൊട്ട് യു ആർ ബബ്ലിംഗ് വിത്ത് കോൺഫിഡൻസ്. ശരിക്കും ഒരു ചിരിയോടുകൂടി തന്നെ എൻ്റർ ചെയ്തു, ചിരിയോടുകൂടി തന്നെ പാടി. ശരിക്കും ഇറ്റ് വാസ് ഗുഡ്. വൈദ്യരെ, എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, മിക്കവാറും എൻഡിങ്സ് വലിയ കുഴപ്പമില്ലാണ്ട് വന്നിരുന്നു, പ്രോപ്പർ പിച്ചിങ്ങിൽ തന്നെ. പക്ഷേ നല്ല രീതിയിൽ എൻഡ് ചെയ്തായിരുന്നു. ഞാൻ പലരെയും കണ്ടിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ല ലെങ്തി ആയിട്ടുള്ള സസ്റ്റൈൻ ആയിട്ടുള്ള ലെങ്തി എൻഡിങ്സ് വരുമ്പോൾ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇച്ചിരി പിച്ച് ഫ്ലാറ്റായി പോകും ഞങ്ങളുടെ ആട്ടങ്ങൾ. ആ ഒരു രീതി കുഴപ്പമില്ലാണ്ട് വന്ന പോലെ എനിക്ക് തോന്നി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്ര ടഫുള്ള സോങ്സ് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടൈം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ഓവറോൾ ടോട്ടലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്കിലും ഇങ്ങനെയുള്ള കറക്ഷൻസ് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ടൈം. ഓക്കെ.